അങ്ങനെ ഒരു ചിങ്ങപ്പുഴുക്കലരിയും കൂടി വന്നെത്തി. ചിങ്ങപ്പുഴുക്കലരിയോ? ചിങ്ങപ്പുലരിന്നാണോ ഉദ്ദേശിച്ചത്? ഭഗവാനെ ഇപ്പം കൊഴിഞ്ഞാന. എന്താ പറ്റി? നീ എന്തിനാ തേങ്ങുന്നേ? 8-9 വർഷമായി ഈ വീട്ടിൽ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നു. ഈ വീടിന്റെ അങ്ങേയറ്റത്തെ മുറിക്കകത്ത് ചുണ്ടലി കൂട് വെച്ചിരിക്കുന്നത് പോലൊരു കൊച്ചു മുറിയിൽ ഞാനും എന്റെ പവിയേട്ടനും. അസത്യവാ. ചുണ്ടലി കൂട് വെച്ചേക്കുന്നത് പോലെ. എന്നിട്ട് തനി ചുണ്ടലിയുടെ സ്വഭാവം. എന്റെ കണ്ണ് തപ്പിക്കഴിഞ്ഞാൽ അന്നേരം തേങ്ങയും പച്ചക്കറിയും ഉള്ള സാധനങ്ങളെല്ലാം ഇവള് കട്ടെടുത്തോണ്ട് പോകും. നീ കൂടുതൽ ഇടന്ന് അങ്ങനെ നെഹളിക്കൊന്നും വേണ്ട. എനിക്കറിയാം നീ കട്ടെടുത്തോണ്ട് പോകുന്ന കാര്യമൊക്കെ. നമ്മളൊന്നും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. എനിക്ക് പിന്നെ സങ്കടാവൂല. ഞാനും എന്റെ പവിച്ചേട്ടന് മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ ഒറ്റയ്ക്ക്. പിന്നെ എപ്പോഴും വല്ലപ്പോഴേക്കോ വരുന്ന ഒരു ബംഗാളി. രേണുകേ, അത് നീ പറഞ്ഞ എനിക്ക് ഫീലായി. എപ്പോഴെങ്കിലും ഞാൻ നിന്നെ ഒരു വാടകക്കാരിയായിട്ട് കണ്ടിട്ടുണ്ടോ രേണുകേ? മാസം വാടകയ്ക്ക് വരുമ്പോ മാത്രം കണ്ടിട്ടുണ്ട്. അതെല്ലാരും അങ്ങനെ തന്നെ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് വിട്. ഇന്ന് നല്ലൊരു ഓണമാണ്. നല്ലോണം അല്ലല്ലോ, പൊന്നോണം അല്ലേ? അല്ല, ഞാൻ പറഞ്ഞതേ എടുത്ത സാധനം അവിടെ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ടേ. അതെനിക്ക് മനസ്സിലായി. ഈ ഓണത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തുവാന്ന് പറയാവോ? എന്തോന്ന് മാവേലി തമ്പുരാൻ 3 ഫോൾഡ് കുടയും പിടിച്ചോട്ടാണോ വരുന്നത്? വരുന്നില്ലേ? ഇമാതിരി ചളിക്കാൻ വരത്തില്ല. എടി, അതല്ല പറഞ്ഞേ. നിനക്കറിയാവല്ലോ എന്റെ ദുർഗേട്ടൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയർ ആണ്. എപ്പൊ കണ്ട നേരവും തിരക്ക്. ഈ ഓണമായിട്ടും വീട്ടിൽ നിൽക്കാൻ സമയമില്ലെന്ന്. ഞാൻ വിളിക്കുമ്പോ ബിൽഡിങ്ങിന്റെ പണി, പാലത്തിന്റെ പണി, റോഡ് പണി, തോട് പണി, ഇതെല്ലാം എഞ്ചിനീയർ ആയുള്ള എന്റെ ചേട്ടൻ വേണം വരയ്ക്കാൻ. നിങ്ങളെ ചേട്ടൻ വരയ്ക്കുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ കെട്ടിപ്പോക്കുന്നത് മേശരിയായ എന്റെ ഭർത്താവ് പവിച്ചേട്ടനല്ലേ? നീ കൂടുതലും സംസാരിക്കാതെ അത്തവിട്. അത്തപ്പൂവേ ചിത്തിരപ്പൂവേ എത്ര നാളോ. അയ്യോ, പവിയേട്ടൻ വന്ന്. അയ്യോ, എന്തുവാ ഒരു നല്ലൊരു തിരുവോണമായിട്ട് നിങ്ങൾ ഇന്നും പണിക്ക് പോകുന്ന മനുഷ്യ? പണിക്ക് പോയതല്ല, പിന്നെ ഇന്നലെ പണിഞ്ഞത്തൊന്ന് സാധനം എടുക്കാൻ വേണ്ടി പോയതാ. മറന്നു പോയതല്ല. ഞാൻ ഇന്നലെ പണിഞ്ഞ മതിൽ മറിഞ്ഞു വീഴാതിരിക്കാൻ ഇത് ഒത കൊടുത്തിട്ട് വന്നതാ. അവിടെ മതിലൊന്ന് കാണാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പവിത്രോ, ഹാപ്പി ഓണം. ഓണം. അതെ, ഇതുപോലെ ചെയ്തു തരാമോ? ഇതുപോലെ ചെയ്തല്ലോ. അതല്ലെന്ന് അതായത് ഏതാണ്ട് ഈ ഓണത്തപ്പനെ എടുത്ത് നല്ലപോലെ ഒന്ന് വെച്ച് ഈ അത്തപ്പൂ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് തരാമെന്നാ രേണുക ചോദിച്ചത്. ശരിയാവുന്നു, നമ്മൾ നേരെ നോക്കിയതാ. രേണുവേ, 2 ചട്ടിക്ക് ആ ജമന്തി, 2 ചട്ടിക്ക് ഈ ജമന്തി കൂടെ മിക്സ് ചെയ്തിട്ട് അതെ, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ കാണിക്കുമോ ഇത്? അല്ലെ, ഇത് ലെവൽ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുട്ടിയിട്ട് പെയിന്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, അങ്ങനെ ലെവലായിട്ട് ഈ സാധനം ചെയ്യണമെന്ന്. ഇത് നല്ലപോലെ ഒന്ന് വെച്ചാൽ മതി. ആ ഓണത്തപ്പനെ എടുത്ത് നടുക്കോട്ടൊന്ന് വെക്കണം, അത് മാത്രമേ ഉള്ളൂ. കുറെ നേരമായിട്ട് ഞങ്ങൾ രണ്ടോട് നോക്കിയിട്ട് പറ്റുന്നില്ലത്. ഇത് വെക്കാനും കേട്ടോ. ഇത് 2 പേരും കൂടി എന്താ കാണിക്കുക? ഇത് ഇതെങ്ങനെ ഇരിക്കുന്നു? അങ്ങനല്ലെന്നത് ഏണ്ടിരുന്നു ഇങ്ങനെ കറക്റ്റ് ലെവലാണോ നോക്കി? കറക്റ്റ് ലെവലാ. ഇതായാലും നല്ല മേശരിയാ നീ കേട്ടോ. മോളെ ഇനി ഇരിക്കാതെ നമ്മുടെ മുറിയിലോട്ട് പോവാ. എന്തിനു? എന്താ കാണിക്കും? എന്റെ മേലും കൂടെ പേരിക്കുന്നത്. എപ്പോ അങ്ങോട്ട് പോണേ? പരിസരം നോക്കണേ. അതല്ലെന്ന് ഉപ്പേരി പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചതാ. ഉപ്പേരി പാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് മറ്റേ ഭരണിക്കത്ര നിറച്ചടാ. അപ്പൊ നിങ്ങൾ തിരുവോണാറ്റ് വെള്ളമടിക്കാനുള്ള പരിപാടിയാണോ? തിരുവോണാറ്റ് വെള്ളമടിക്കാൻ പരിപാടിയാണോ? നിങ്ങൾ വെള്ളം അടിക്കുമെന്ന്? ഇന്ന് വെള്ളം അടിക്കോ? ഇന്ന് വെള്ളം അടിക്കോ? വെള്ളം അടിക്കുമെന്ന് സത്യമായിട്ടും എന്റെ രേണുകാണ് സത്യം. ഞാൻ ഈ ഓണത്തിന് തിരുവോണത്തിന് വെള്ളം അടിക്കത്തില്ല ചക്കര പഞ്ഞാണ്ടിയെ. അങ്ങനെയാണെങ്കിൽ എന്റെ തബലയെ തൊട്ട് സത്യം ചെയ്യും. തബലല്ലോ? തലയില് സത്യമായിട്ടും ഈ തിരുവോണത്തിന് ഞാൻ വെള്ളം അടിക്കത്തില്ല. സത്യം. കുടിക്കത്തില്ല. എന്തോ ചെയ്യുമെന്ന് പറ. ഇതുപോലെ 2 വാടകക്കാരെ ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും ഒക്കെ ശല്യം എന്ന് പറഞ്ഞാ ശല്യം. ഹലോ സാറേ, അല്ല തിരുവോണം അല്ലേ? അപ്പൊ ഇപ്പൊ എത്ര പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ 2-3 വർഷം ഓണത്തിനൊക്കെ വീട്ടിൽ നിന്നിട്ട്. സാറേ കൊച്ചിയിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് പോരെ. വീട്ടിലോട്ട് വന്നോ, നമുക്ക് ഇവിടെ സംസാരിക്കാം. സദ്യ കഴിച്ചിട്ട് പോവാം. ഓ ശരി. എന്തുവാ ചേട്ടാ ഇത്? തിരുവോണമായിട്ട് മോഹം തോന്നുന്നു പറഞ്ഞോണ്ട്
ജീവിച്ചോണ്ടിരിക്കുന്ന ഒരു ഐശ്വര്യം ഇല്ലല്ലോ. എന്തുമാ എങ്ങനെ ഇരിക്കായിരിക്കും? എന്നെ ആർക്കെ വിളിച്ചു? എന്നെ ആരൊക്കെ വിളിച്ചു? ഞാൻ അത്തപ്പൂട്ട തിരക്കിനിടയ്ക്ക് ഞാൻ എടുത്തൂല്ല. അതല്ല, എന്റെ കമ്പനിയുടെ GM എന്നാർക്കെ എന്നെ വിളിച്ചിരുന്നു എന്ന് നിനക്കറിയാലോ. ഇഷ്ടംപോലെ വർക്കുണ്ട്, കോടിക്കണക്കിന് ഇവിടെ ആസ്തിയുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, വീടുണ്ട്, അത്തമുണ്ട്, സദ്യയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു വർഷവും സമാധാനമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ണാൻ പറ്റത്തില്ല. എന്റെ ഒരു ഗതി ആലോചിച്ചു നീ. ശരിയാ. എനിക്ക് പായസം കുടിക്കണം. പായസം കുടിക്കണം. എന്റെ ദൈവം, മനുഷ്യ നാണമുണ്ടോ നിങ്ങൾക്ക്? ആ വാടകക്കാർ കേട്ടോണ്ട് വന്നാലേ അഡ്വാൻസ് പൈസ സഹിതം ഇപ്പൊ പറഞ്ഞ പൈസ തിരിച്ചു ചോദിക്കും. നാണമുണ്ടോ? പായസം പിന്നെ കുടിക്കല്ലേ? പായസമൊക്കെ പിന്നെ കുടിക്കാം. കുഴപ്പമില്ല. പിന്നെ വേറെ കേസ്, എന്തായാലും GM ഇങ്ങോട്ട് വന്നോട്ട് 2 പെഗ് ഒഴിച്ചു കൊടുക്കും, സദ്യയും കൊടുത്ത് ഇയാളെ 2 ദിവസം ഞാൻ കിടത്തും. അങ്ങനെയൊക്കെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെ നടക്കൂ? 2 പെഗ്ഗിലൊക്കെ അയാൾ ഇവിടെ നിൽക്കുവോ? ഇത് നിർത്തണം. സദ്യ കൊടുക്കുമല്ലേ നമ്മള്? സദ്യ റെഡിയല്ലേ? അയ്യോ അയ്യോ അയ്യോ, എന്തൊരു വർത്തമാനം. ഒരു GM വരുന്ന കാര്യം ഇപ്പോഴാന്നാ പറയുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേനല്ലോ. എന്താണ് ഇപ്പൊ പ്രശ്നം? എനിക്ക് കുറച്ചുകൂടെ പൊങ്ങച്ചം കാണിക്കാൻ കുറെ സദ്യയും കുറെ സാമ്പാറും കുറെ പായസം ഒക്കെ എനിക്ക് വെക്കണം. ഒന്ന് ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. എന്താ മെയില് വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടെ ഒരു ഫോട്ടോ എടുക്കണം. എന്തോന്ന്? മയിലിന്റെ കൂടെ. മെയിലല്ല, പിന്നെ മെയിൽ വന്നു. എനിക്ക് റിപ്ലൈ കൊടുക്കണോന്ന്. അതുകൊണ്ട് നീ കാര്യം ചെയ്യും. ആ രേണുക വിളി, അവള് ഹെൽപ്പ് ചെയ്യും. അത് കൊള്ളാം. ഇപ്പൊ എല്ലാം വെച്ച് ഒരുക്കി അത്തപ്പൂ ഇട്ട് പവിത്രം വന്ന് വിളിച്ചപ്പോ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ ഈ സമയത്ത് വിളിച്ച അവള് വരുമോ? എടി നീ ഒന്ന് വിളിക്ക. 1/2 മണിക്കൂർ താമസിച്ചാൽ അവള് വന്നോട്ടെ. എനിക്ക് അറിഞ്ഞൂടാ. രേണു ദേവി ഇവിടെ ഊരി വെച്ചിട്ടാണോ പോയത്? കഥവിന്റെ ഇടയിൽ കണ്ടിരിക്കുവായിരുന്നു തോന്നുന്നു. നീ വന്നേ. ഇങ്ങോട്ട് വാണേ. എടി ഇങ്ങോട്ട് വന്നേ. എന്നെ കാണുമ്പോ അങ്ങ് നാണമായി കൊച്ചിന്. ഇങ്ങനെ നാണമുള്ള പെൺപിള്ളേര് ഞാൻ ഒരുപാട് എന്റെ പിന്നെടുത്തതാ. ഞാൻ വിചാരിച്ച എന്നെ ഇപ്പൊ എടുക്കുമെന്ന്. ആ വരുന്നു. ദുർഗ സാർ എപ്പോ വന്നു? ഞാൻ ഉത്രാടത്തിന്റെ തലേ ദിവസം വന്നു. ഉത്രാടത്തിന് തലേദിവസം വരാൻ ഇയാളെന്താ പൂരാട വന്നു? വെറുമ്പൂരാടല്ല, കരിമ്പൂരാടാ. ആര്? നീ. സാറേ, കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനെ മുടി വെട്ടിയില്ലേ? അതല്ല, പിന്നെ കൈവേദന ഉണ്ടാ? അല്ല, പിന്നെ പാമ്പാ? അങ്ങനെ അങ്ങനെ തലയ്ക്ക് പിടിക്കുന്ന ഇംഗ്ലീഷ് മരുന്ന്. തലയ്ക്ക് പിടിക്കുന്ന ഇംഗ്ലീഷ് മരുന്നാ? തരാം. പിന്നെ വേറെ കേസുണ്ട്. ഇന്ന് എന്റെ GM വരുന്ന ദിവസമാണ്. അപ്പൊ നീ ഇവിടുത്തെ ആരാണ്? ഞാൻ ഇവിടുത്തെ വാടകക്കാരൻ സ്ഥാനത്ത് നിൽക്കണം. ഈ GM എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടിട്ടുണ്ട്? റേഡിയോക്കകത്ത് GM ആകാശവാണി. ആ GM അല്ലേ? അയ്യോ അതല്ല. എടാ അത് EM ആകാശവാണി. സംസ്കൃതം അതല്ലേ. GM എന്ന് പറഞ്ഞാൽ ജനറൽ മാനേജർ. എന്റെ കമ്പനിയുടെ വലിയ മാനേജരാ. അപ്പൊ പുള്ളി വരുമ്പം ഇതുപോലുള്ള ഡീസന്റ് ഇല്ലാതെ സംസാരിക്കരുത്. കല്ലേ കല്ല് കഞ്ഞാ എന്ന് പറഞ്ഞിട്ടും പൈലെ തുപ്പലടിച്ച് കൊട്ടടിച്ചിരിഞ്ഞ. മനസ്സിലായല്ലോ? ഡീസൻസ് കീപ്പ് ചെയ്യണം. ഡീസൻസ് മനസ്സിലായി. പൈലേ കല്ലേ കല്ല ഞാൻ തുപ്പൽ വെച്ച് തൊട്ടേ അതല്ലേ ഡീസന്റ്. ബോക്സ് വരുന്നത് തുറന്ന് അതിനകത്തിരിക്കുന്ന സാധനം കണ്ടിട്ടേ എന്തോന്ന്? ബോസിനകത്ത് ബോസ് അല്ല, എന്റെ ബോസ് വരുന്നുണ്ട്. ആന്റണി, ഡോണ്ട് കാൾ മീ അഗൈൻ. അതല്ല, ഒരു 4 ദിവസത്തേക്ക് ഞാൻ കമ്പ്യൂട്ടർ സ്റ്റേഷനിലായിരിക്കും. ഈ വയറിന് സുഖമൊന്നുമില്ല. നമ്മൾ ഈ ജോലി തിരക്ക് കാരണം മാറി നിൽക്കത്തില്ല. ഔട്ട് ഓഫ് സ്റ്റേഷൻ അവിടെ ആയിരിക്കും കേട്ടോ. എന്നെ വിളിക്കരുതേ പ്ലീസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യും. അത് അമേരിക്കൻ കമ്പനിയായിട്ട് എഗ്രിമെന്റ് ചെയ്തത്. ആ ശരി. ഹലോ ദുർഗ. ദിനേശ്വരന്റെ കുഞ്ഞാന്ന്? അല്ല, പണക്കാരനല്ലേ, വെയിറ്റ് കൊണ്ട് കുഞ്ഞതാ. അല്ലോന്നല്ലേ പറഞ്ഞേ? അല്ല, 5-6 കിലോ എന്നല്ലല്ലോ പറഞ്ഞ. ഇങ്ങനെ വെയിറ്റ് കൊണ്ട് കുഞ്ഞാ. ഏതാളാ മുടഞ്ഞവന്? അപ്പൊ വാടക താമസിക്കുന്നതാ. ആണോ? പാവമാ. വെറി ഇഡിയറ്റ്, സ്റ്റുപ്പിഡ് ഫെലോ, വെറി കൺട്രി. അവൻ കൺട്രി. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ അമ്മമാരും എല്ലാവരും ഈ സംഭവം തന്നെ സാർ പറഞ്ഞു. ഓക്കെ. അപ്പൊ ദുർഗ, ഞാൻ കൊച്ചി വന്നപ്പോഴാണ് ദുർഗ ഇവിടെ അടുത്താണ് താമസം. അപ്പൊ അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ സാറെ കുടിക്കാൻ തൽക്കാലം പച്ചവെള്ളം മതിയല്ലേ? അല്ലല്ല, ഒന്നും വേണമെന്നില്ല. ഒരു ഗസ്റ്റ് വന്നിരിക്കും. അത്യാവശ്യ കോമൺ സെൻസ് കാണിക്കണം. അത്യാവശ്യ കോമൺ സെൻസ്. എടാ കടന്നു. നിനക്ക് പറഞ്ഞത് കേൾക്കാൻ പോയേ. എടാ എഴുന്നേരടാ. സാറിനല്ല. എന്നോട് പറയുന്നതെല്ലാം കേറി കേൾക്കുന്ന എന്തിനാ എന്നോട് ആ സംഭവങ്ങളൊക്കെ പറഞ്ഞത്? വലിയ മനുഷ്യൻ എവിടെ തലമുണ്ടാക്കരുത് പറഞ്ഞിട്ടല്ലോ, അറിയാലോ. അപ്പൊ ദുർഗ സാർ, ഞാനിപ്പോ വന്ന എന്തിനാന്ന് ചോദിച്ചാലേ, നമ്മുടെ കമ്പനിക്ക് വലിയൊരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ മെട്രോയുടെയാണ്, എറണാകുളം മെട്രോയുടെ ഒരു വർക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോ എറണാകുളം മെട്രോ ആലുവ ടു തൃപ്പൂണിത്തറ വരെ ഉള്ളൂ. തൃപ്പൂണിത്തറന്ന് ഈ മെട്രോ ഞാൻ വലിച്ചു നീട്ടി കോട്ടയത്ത് കൊണ്ടുവെക്കും. റബ്ബർ വെച്ചാ പണിഞ്ഞു വെച്ചേക്കുന്ന വലിച്ചു നീട്ടാൻ. ഈ മെട്രോ പാലം ഇങ്ങനെ പണിഞ്ഞിട്ടേ, പാലം നീട്ടിട്ട് പാലം നീട്ടിട്ട്
പണിഞ്ഞ് കോട്ടയത്ത് വരെ എത്തിക്കുന്നു. പിന്നെ കോട്ടയത്ത് എത്തുന്ന വെറും മെട്രോ അല്ല, മെട്രോ ട്രെയിനിന്റെ ചരിത്രത്തിൽ ഞാനൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയാണ്. സാറ് സൃഷ്ടിക്കുമെന്ന് എനിക്കറിയാം. ഒന്ന് പറ. സാധാരണ ഇപ്പൊ ഓടുന്ന മെട്രോ ട്രെയിനെ മുമ്പിലും പുറകിലും ഓരോ ഡ്രൈവർമാരും മാത്രമല്ലോ, ഓരോ ലോക്കോ പൈലറ്റ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഈ മെട്രോ ട്രെയിനിന് നടുക്ക് ഒരു ട്രെയിൻ ഡ്രൈവറുടെ ഉണ്ട്. അയ്യോ അതെന്തിനാണ് സാറേ? അതായത് നമ്മളിപ്പോ തൃപ്പൂണിത്തറ നിന്ന് കോട്ടയത്ത് പോകുമ്പോഴേ വൈക്കത്തിറങ്ങാനുള്ള രാജീവൻ ഏറ്റുമാനൂർ എത്തുമ്പോഴാണ് അയ്യോ ഞാൻ ഇറങ്ങിയില്ലല്ലോ എന്ന് മറന്നു പോകുന്നത്. അത് ശരി ശരി ശരി. അപ്പൊ എന്തോ ചെയ്യും? ഈ മെട്രോ ട്രെയിൻ പകുതി വെച്ച് ഞാൻ അങ്ങ് മുറിക്കും. എന്നിട്ട് ഒരു ട്രെയിൻ തിരിച്ചു പോകും വൈക്കത്ത് രാജീവനെ ഇറക്കാനെ കൊണ്ട്, മറ്റേ ട്രെയിൻ നേരെ ഓടിച്ച് കോട്ടയത്ത് എത്തും. അങ്ങനെയാണ് ഞാൻ ഈ മെട്രോ ട്രെയിൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സംഭവം പണിയാണല്ലേ? എന്തോ അതിന്റെ പണി എനിക്ക് തരാൻ വേണ്ടി. നിനക്കോ പണിയോ? എടാ നീ മറ്റേ കക്കൂസിന് സ്ലാബ് വർക്കുന്ന പണിയല്ലത്. ഇതെന്ന് പറഞ്ഞാൽ മെട്രോ ട്രെയിൻ ഭയങ്കര പണിയാണത്. ദുർഗ ആരെങ്ങനെ കൊച്ചാക്കി കാണരുത്. അല്ല സാറേ, അവന് പണിയാൻ ശരിയാവില്ല. അല്ല, അവന് വർക്കറല്ലേ, വർക്ക് ചെയ്യുന്ന ആളല്ലേ. അല്ല, ഞാനും എന്റെ ശിഷ്യനും ഉണ്ട്. ഞങ്ങൾ അവൻ അതിനുള്ള സ്കില്ലുണ്ടെങ്കിൽ അവൻ ചെയ്യട്ടടാ. നിനക്ക് സ്കില്ലുണ്ടോടെ? ഉണ്ടല്ലോ, പരക്കകത്ത് മൂല വെച്ചിട്ടുണ്ട് 2 സ്കില്ല്. എടാ മഴക്കോലിന്റെ തേപ്പരണ്ടിന്റെ കാര്യമല്ല പറഞ്ഞത്, നിനക്കതിനുള്ള കഴിവുണ്ടോ? ഉണ്ട് സാറേ. ഞാൻ അവർ പറയാ വർഗീസ് സാറിന്റെ വീട് ചെന്ന് കിടക്കാനായിട്ട് ഞാൻ പണിഞ്ഞു വെച്ചേക്കുന്നത്. ആണോ? അത് ശരി. ഇതിന് അവർ അടുക്കളയൊക്കെ നല്ല സൂപ്പറായിട്ട് വെച്ചേക്കുന്നത്. ഞാൻ മെട്രോ പണിഞ്ഞു തരാം. അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ വർക്ക് തന്നെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആൻഡ് പോസിബിലിറ്റി എങ്ങനെ ആയിരിക്കും? അതിന് മലയാളം ഉണ്ടോ? അല്ല, നിങ്ങളത് ഉത്തരവാദിത്തോടെ ചെയ്യുമോ? എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ വർക്ക്? ഞങ്ങൾ രാപകലില്ലാന്ന് ചെയ്തോളാം, ഞാനും ചെറുക്കനും കൂടെ. ആണോ? അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ശമ്പളം പരിപാടിയൊക്കെ? എങ്ങനെയാണ് ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് തച്ചനെ ചെയ്യുന്നു അതോ ഉടമ്പടി മുതലാവത്തില്ല. ആണോ? തച്ചന ചെയ്താലേ പറ്റത്തുള്ളൂ. ഞാനും തച്ചനാണ് കൂടെ, അതാ ലാഭം. ഞാനിപ്പം തൃപ്പൂണിത്തറന്ന് കോട്ടയം വരെ ഏകദേശം എത്ര തൂണ് കാണും? ഒരു 1000 2000 തൂണോ? തൂണക്കൊന്നിന് 250 രൂപ വെച്ചാൽ തൂണക്കൊന്നിന് 250 രൂപ വെച്ചാൽ ആവുമോ നമുക്ക്? മുതലാക്കി എടുക്കാം. അവനെന്തോടാ പറഞ്ഞു? ഇവര് കൊടുക്കാനോ? കൊടുക്കടാ. അവൻ എന്തോടാ പറയുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് തുപ്പലിട്ട് കൊട്ടടിച്ചല്ലേ സാറേ. ദുർഗ ഭാര്യ കാണുന്നില്ലല്ലോ. അവൾ അടുക്കളയിലങ്ങാണ്ട് ജോലി ഇടിക്കുക. വിളിക്കുന്നേ, അത് കാണട്ടെ. സതി സതി. എന്താ ദുർഗേട്ടാ? എന്തായിരുന്നു? ഞങ്ങളുടെ GM സാറ് അറിയില്ലേ? ഇല്ല, മനസ്സിലായില്ല. കണ്ടില്ലേ? നമ്മുടെ ഷോക്കേസിനകത്ത് നമ്മുടെ ഗ്രൂപ്പ് വർക്കേഴ്സും സാറ് സെന്ററിൽ ചെമ്മണ്ണിന്റെ ഒരു നിറമുള്ള കോട്ട് ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടില്ലേ? ആ നടുക്കിരിക്കുന്ന ആളാ സാറ്. അയ്യോ, അത് സാറായിരുന്നോ? ഞാൻ വിചാരിച്ച ആ ഫോട്ടോയുടെ നടുക്ക് ചെതലടിച്ച് എടുത്ത് കളയാനിരിക്കുവായിരുന്നു. പറഞ്ഞു കൊടുത്തില്ലടാ. അല്ല, കോട്ടിന്റെ പ്രശ്നമായിരിക്കും സാറേ. ഒന്നും തോന്നല്ലേ സാറേ. സാർ ഇപ്പൊ ഓണം പ്രമാണിച്ച് വന്നല്ലോ. അപ്പൊ ദുർഗേട്ടന് 2 ദിവസമൊക്കെ വീട്ടിൽ നിൽക്കണമെന്ന് താല്പര്യമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഇരിക്കുന്ന ആളാണ് ദുർഗാപ്രസാദ്. അവനെ നിങ്ങൾ ഇങ്ങനെ മണി പിടിച്ച് വീട്ടിൽ ഏൽപ്പിക്കരുത്. വർക്ക് ഇന്ന് തന്നെ ഉറങ്ങണം. അല്ല, ശരി ശരി, വർക്കിന് പോയിക്കോളൂ. പക്ഷെ എന്തുവായാലും വന്നേല്ലയോ, സദ്യ കഴിച്ചിട്ട് പോകാം. അതെ, സാറാണ് ഞങ്ങളുടെ ഗസ്റ്റ്. അതെ, എനിക്ക് ഉണ്ട് ഗസ്റ്റ്. നിനക്കുണ്ട് ഗസ്റ്റ്. ഓഗസ്റ്റ് കാലണ്ടറിൽ പോടാ. ഇതൊന്നും അല്ല, ഇത് ഞങ്ങൾ പണക്കാരുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റ്. അല്ല, എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. സാർ എവിടുന്നാ വന്നത്? കൊച്ചി. എന്റെ ഗസ്റ്റ് വരുന്നത് എവിടുന്നറിയോ? 3 സ്റ്റേറ്റിന് അപ്പുറത്തുനിന്ന്, വെസ്റ്റ് ബംഗാളിൽ നിന്ന്. വെസ്റ്റ് ബംഗാളൊക്കെ നിനക്ക് എവിടെ ബന്ധം? എനിക്കൊരു പണി ബന്ധമുണ്ട്. എന്റെ ചെറുക്കൻ ശിഷ്യൻ എന്നെ മിക്കാതെ ഇപ്പൊ വരും. അവൻ വരും. എന്റെ ചെറുക്കൻ ഇവ ബംഗാളിന്റെ കാര്യമാണ് പറയുന്നത്. ഓട് വരുന്നു. ചേട്ടാ ചേട്ടാ എന്താ ചേട്ടാ നിന്നോട് വെള്ളം കുരു കുടിക്കാൻ പറഞ്ഞു തന്നെ രാവിലെ. അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ മതി. ഇതാണ് നീ പറഞ്ഞ ഗസ്റ്റ്. നമസ്കാരം ദുർഗാ ചേട്ടാ. നമസ്കാരം 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 ചേട്ടാ. അദ്ദേഹം വലിയൊരു സാറാണ്. സാറെന്ന് വിളിക്കണം. സാറാണെങ്കിലും ജില്ലാ കളക്ടർ ആണെങ്കിലും ഞങ്ങൾ ചേട്ടാനെ വിളിക്കട്ടോ. എന്റെ അച്ഛനെ പോലും ഞാൻ ചേട്ടാനാണ് വിളിക്കുന്നത്. ഇത് പുള്ളിയുടെ പേരെന്താ പറഞ്ഞത്? മേരാ നാം വായുകുമാർ. വായുകുമാർ, അങ്ങനെയൊക്കെ പേരുണ്ട്. വായുകുമാർ എന്ന് പറഞ്ഞ ഇവരെ പ്രോപ്പർ ആഹാരം പരിപ്പും ഉരുളക്കിഴങ്ങ് വന്നല്ലോ, അതുകൊണ്ടാ വായുകുമാർ എന്ന് പേരിട്ടേക്കുന്നത്. ഞാൻ ഒരു കാലത്ത് ഇവന്റെ വീട്ടിൽ പോയി വെസ്റ്റ് ബംഗാളില്. ഇവന്റെ അച്ഛന്റെ പേര് കേൾക്കണം, ഭയങ്കര തെറ്റപ്പായിരുന്നു. സാറിന് പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം. ഇവനൊക്കെ നമ്മളെ ഓണത്തിനെ കുറിച്ച് വല്ലോ അറിയാമോ? എന്റെ പൊന്ന് ദുർഗാ സാറേ, കഴിഞ്ഞ വർഷം ഇവന് ഓണത്തിനെ പറ്റി പറഞ്ഞപ്പോ എന്റെ കണ്ണ് തെള്ളിഞ്ഞ് വരുമായിരുന്നു. എന്താ തള്ളിയത്? കണ്ണ് തള്ളിയെന്ന് പറഞ്ഞു. ഓണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഓണത്തിനെ കുറിച്ച് പറയണം. പറയണം. ओणम केरल का देशीय उत्सव है. ओणम केरल का सबसे बड़ा त्योहार है. चिंगमावन में केरला ओणम आता है. പിന്നെ കേരള ഉത്രാടോൺ, തിരുവോൺ, ഔട്ടോൺ, ചതയോൺ, അടിച്ചോഫോൺ. പിന്നെ ഇലയിട്ട് ചോറ് വിളമ്പ്. അത് കഴിഞ്ഞ് കിഴങ്ങ് അവിയൽ, കിഴങ്ങ് സാമ്പാർ, കിഴങ്ങ് കിച്ചടി, കിഴങ്ങ് പുച്ചടി,
അവസാനം കിളങ്ങ പായസം. ചുരുക്കാൻ പറഞ്ഞ വെടിക്കെട്ട് സദ്യ. ദുർഗ Yes, sir. ലൂസ് സ്റ്റോക്ക് നിർത്തും, ഇവിടെ വരും. sorry. എനിക്ക് ഇന്ന് തന്നെ ഇതിന്റെ എസ്റ്റിമേറ്റ് കമ്പനിക്ക് കൊടുക്കണം. ഇപ്പൊ റെഡി സാറേ. അപ്പം നമ്മള് ഒരു अरे मैं कौर में कोस कोस में എടാ ഞാൻ അവിടുത്തെ പണി और मैं कौर में कोस 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 में कोस कोस. പവി പണിഞ്ഞത് പവി സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. സീരിയസ് മാറ്റർ. സാരമില്ല, സാരമില്ല. നോയ്സ് വരരുത് കേട്ടോ, നോയ്സ് വരരുത്. ഓക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് പണിഞ്ഞു തുടങ്ങാം. ചേട്ടാ ഞാൻ मैं कौर में कल कट्ठा सन कौर में कौर में कट कट में പവി പവി നേരത്തെ പറയൂ, സീരിയസ് മാറ്റർ ആണ്, നോയ്സൻസ് പാടില്ല. ഓക്കെ ഓക്കെ സാർ പറഞ്ഞു സാർ. അപ്പൊ നമ്മൾ പറഞ്ഞ कार में कौर में कट ചേട്ടാ कार में कट कट कार में कौर എന്നോട് നീ പണിയുണ്ടായിരുന്നു. साइड में खोल का में कट को कार में तो से में कल कल कौर में कार में कौर. മലയാളത്തിൽ പറഞ്ഞാൽ തിരിച്ചു ഞാൻ പറയാൻ. ചേട്ടാ കോണങ്ങൾ में खोल मार ചേട്ടാ. ഒരു മാനസില്ലാടാ നിനക്കൊന്നും. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഞാൻ ആരാണെന്ന് അറിയണം, എന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അറിയണം നിനക്ക്. ശബ്ദിച്ച് വായി കൊടുത്ത് വിടാ ഉത്തരം. ദുർഗ നോക്ക്. ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് വെക്കാട് അയാളെ പിരിമാണ്ടായിരുന്ന മൂടുപോയി ഓടിച്ചു ഒരു കാര്യം ചെയ്യ്. ചേച്ചി എന്താ ചേട്ടാ അത് മാത്രം മലയാളത്തിൽ പറയാറിയല്ലേ ചേച്ചിന്റെ ചേട്ടാ. ചേച്ചി ദുർഗ ഒന്ന് നമുക്കേ കഴിക്കാം, ഫുഡ് കഴിക്കാം. സാർ അതാണ് ഞാൻ പറഞ്ഞത്. വെജ് സാർ സദ്യ കഴിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് സാർ പോയാൽ മതി. നോ എയർപോർട്ട് അടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് ചിക്കാഗോയിൽ എത്തണം. ചിത്തിരപ്പൂവേ എത്ര നാള് അത്തപ്പൂവേ ചിത്തി അത്തപ്പൂവേ സാറൊന്ന് സൂക്ഷിക്കണം. എന്താ സാറിനെ പോലെ ഒരാൾ അപ്പുറത്ത് നിൽപ്പോ. അയ്യോ ഇത് അപ്പുറത്തെ രേണുക പാപം തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു. ആ രേണുവിന് തൈലൊക്കെ അറിയാമല്ലേ? അതെ, അതെ, അതെ. എന്നാ ഇത് പിടിച്ചോ. സത്യം പറഞ്ഞ ദുർഗെ, ഇങ്ങനെ ഒരു അയൽക്കാർ അല്ലെങ്കിൽ വാടകരായിക്കോട്ടെ പാവങ്ങള് അവര് കൂടെ ഉള്ളത് നല്ലതാ. കാരണം ദുർഗ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകുമ്പോൾ സതിക്ക് കൂട്ടുണ്ടല്ലോ. Yes, yes. രേണു ഞാൻ തന്ന സാധനം എന്തി ഞാൻ തിന്നായിരുന്നു. എന്തുവാന്ന് വെച്ച് അമേരിക്ക കൊണ്ടുവന്ന മിഠായി അല്ലേ? മുട്ടായി അല്ലെന്ന് എന്റെ കോട്ടിന്റെ ബട്ടൺസ് ഊരി പോയിട്ട് കഴിക്കാൻ തന്നാണ്. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞിട്ട് സാർ അപ്പൊ സദ്യ കഴിക്കാം. കഴിക്കാം. സതി മോളെ സദ്യയെല്ലാം റെഡി ആക്കിക്കോ. അതെ 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 സദ്യ എല്ലാം എടുത്തു വെക്കാം. എടുത്ത് സാറേ പിന്നെ സാറേ ഈ സദ്യക്ക് മുമ്പ് അടിക്കുവോ? സദ്യക്ക് മുമ്പ് അടിക്കത്തില്ല, സദ്യ കൊള്ളത്തില്ല, ചെവിക്കന്നെ അടിച്ചു പോട്ടും. അതല്ല പിന്നെ നമ്മള് ഞാന് സാറ് വരുന്ന പ്രമാണിച്ച് ഒരു കുപ്പി വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താ എന്നെ അതിനകത്ത് അടച്ചിട്ട് ആറ്റിക്കൊണ്ട് കളയാനാണ്? കുപ്പിക്കകത്ത് ആറ്റിക്കൊണ്ട് കളയാ. സാറെന്ന് മായാവിയാ. സാറ് അതല്ലെന്ന് ചാരം കുടിക്കുന്ന കാര്യം ഒന്നര കൊച്ചനെ പറഞ്ഞു. വേണ്ട എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. എന്ത് മീറ്റിംഗ്? എനിക്ക് മന്ത്രിയുമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ട്. മന്ത്രിയുടെ ചേംബറിൽ പോകണം. മന്ത്രിയുടെ ചെമ്പറിലോ? മന്ത്രിയുടെ ചേംബറല്ല, മന്ത്രിയുടെ ചേംബറിൽ പോയി ഡിസ്കഷൻ. മണം അടിക്കും. ഇത് മണം ഇല്ലാത്ത സാധനം. അത്ര വലിയ മണം എടുക്കുക. ശകലം വെളിച്ചെണ്ണ അങ്ങോട്ട് എടുക്കുക, കൊപ്പിളിക്കാം, തുപ്പ പിടിക്കത്തില്ല. ചേട്ടന് പറഞ്ഞ കാപ്പിപ്പൊടി നല്ലതെന്ന് പറയുന്നത്. കാപ്പിപ്പൊടി കിടന്ന് തേയിലാണ്. ഇല്ലെങ്കിൽ മാവിന്റെ ഇല ഇങ്ങനെ തേച്ചാലും മതി. സ്ഥിരം പരിപാടിയായതില്ലേ? ഞാനിങ്ങനെ എല്ലായിടത്തും പോയി കഴിക്കാറില്ല കേട്ടോ. തന്നെ പിന്നെ എനിക്ക് ഈ വലിപ്പച്ചപ്പില്ലല്ലോ. ജോലിക്കാര്, തൊഴിലാളി, MD അങ്ങനെയൊന്നും നമുക്കില്ലല്ലോ സംഭവം. സാർ ഒഴിക്കട്ടെ സാറേ. അളവങ്ങനെ വെള്ളം എന്തിന് കുടിവെള്ള ക്ഷാമോ ഭയങ്കര പാവം കൊടുക്കാർക്കില്ല. സാർ അടിച്ചാട്ടെ. അത് പോയി അത് നോക്കിയിരിക്കുവാ. വേറെ ക്ലാസ് ഉണ്ടോ? ഞങ്ങൾ പണക്കാരിക്കണ എങ്ങനെ സിബ് ചെയ്ത് അടിക്കത്തുള്ളൂ. അതെ അതെ, അത് ബാക്കിയുള്ളവരെ ബുദ്ധി വിട്ടിക്കണം. ആ ക്ലാസ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. അങ്ങനെ കൊള്ളാം. പക്ഷെ ഞങ്ങൾ പാവങ്ങൾ അങ്ങനെയല്ല സാറേ. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അരയടി കിടൂ. അതെ, ഞാൻ കെനിയെ വെച്ച് അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം. സെയിം ടേസ്റ്റ്. ഒറ്റയടിക്ക് കണ്ണ് കലങ്ങി പോയി. ഈ ചില സാധനങ്ങൾ അങ്ങനെയാ. നമ്മൾ അടിച്ച അപ്പ പവർ കട്ടാ. ഉറങ്ങുഴി ചേട്ടാ മദ്യപാനം കുടിക്കരുത്. കുടിക്കാൻ ചേച്ചിയുടെ പറഞ്ഞു കൊടുക്കാം മദ്യപാനം കുടിച്ചാ. കുടിക്കാൻ വേണ്ടി വന്നത് ഒരു കുടിക്കുന്ന കാണാൻ കണ്ട് കൊതിടാൻ വേണ്ടി വന്നില്ലേ? പഴമേ സാറേ സാറേ എന്താ അന്നേരം വിളിച്ചില്ലല്ലോ എന്നെ. ഈ ഗ്ലാസ്സിലൊക്കെ അടിക്കാനുള്ള യോഗ്യത നിനക്ക് ഉണ്ടോ? അല്ല ഉണ്ട്, ഞാൻ അറിയാൻ പറ്റുന്ന ചോദിക്കുക. കൂടിയ സാധനമല്ലേ ഇത്? കൂടിയ സാധനമാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു ടേബിൾ സ്പൂൺ പോലത്തെ ഗ്ലാസ് എടുത്തുണ്ടോ?
നിനക്കിത് കുടിക്കാനാണോ കുളിക്കാനാണോ? അല്ല എപ്പോഴും ചോദിച്ചാൽ തരത്തില്ലല്ലോ, അപ്പൊ നിറച്ച് തന്നു കഴിഞ്ഞാൽ ചേട്ടാ മദ്യപാനം കൊടുക്കലെന്ന് പറഞ്ഞല്ലേ ചേട്ടാ? അതേ കാണിച്ചിട്ട് വന്നേക്കുവാ അവിടെ. ഉള്ള പോലെ വേണ്ടേ? ദുർഗേട്ടാ ദുർഗേട്ടാ എല്ലാം കഴിക്കാൻ എല്ലാം സെറ്റായി. ഇല്ല, റെഡിയാണ്. കഴിക്കാൻ സെറ്റായി. ശരി. സാറേ ആഹാരം കഴിക്കായിരുന്നു. ചേട്ടാ ഞാൻ ചേച്ചിട്ട് പറഞ്ഞു കൊടുക്കും ചേട്ടാ. മൂട് നിന്നെ ഞാൻ. സാറേ, വന്നാ സാർ. അവനും കൊടുക്കും. സാറേ, അവൻ കുടിക്കത്തില്ല. എനിക്ക് വേണ്ട, ഞാൻ കൊടുക്കില്ല. അല്ലേ നല്ല ഞാട്ടോ. പവിത്ര, സാറേ കഴിക്കാം കഴിക്കാം കഴിക്കാം. അപ്പൊ ഓണമാണ്, സദ്യ കഴിക്കാൻ പോവാണ്. പവിത്ര നീ പൊയ്ക്കോ, സാറേ വന്ന് പൊയ്ക്കോ. എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെയുണ്ട് ഇപ്പൊ? ഞാൻ ചേച്ചിയൊക്കെ പറയും. ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കും. കൊടുക്കും. ചേച്ചി ചേട്ടൻ മദ്യപാനം കുടിച്ചു ചേച്ചി. അയ്യോ അതല്ല സാറേ, മദ്യപാനം കർമാക്കുർമാന്ന് കുടിച്ചോ, മദ്യം കുടിച്ചോ. നിങ്ങൾ മദ്യപാനം കടമ്പ കുടിച്ചാ നിങ്ങൾ വെള്ളം അടിച്ചാ? വെള്ളം അടിച്ചല്ലത്, അത് വെള്ളം അടിച്ച അവിടെ ചുമ്മാ. ഇല്ല, ഇത് നിങ്ങൾക്ക് ആര് തന്നു? നിങ്ങൾ ആര് തന്നു? കോട്ടിട്ട് സാറ് തന്നു. ആര് തന്നു? സാറ് തന്നു കോട്ടിട്ട് സാറ്. ഞാൻ ചോദിക്കുമേ. ചോദിക്കില്ല നീ. ചോദിക്ക് ചേച്ചി. ഞാൻ ചോദിക്കുവേ. ചോദിക്കില്ല നീ. ചോദിക്ക് ചേച്ചി. ഞാൻ ചോദിക്കുവേ. ചോദിക്കില്ല നീ നാണം കേടാ. ചോദിക്ക് ചേച്ചി. ഞാൻ ചോദിക്കുവേ. ചോദിക്കില്ല നീ നാണം കേടാ. ഞാൻ ചോദിക്കുവേ. ചോദിക്കില്ല. ചോദിക്കില്ല. ഞാൻ ചോദിക്കും. ചോദിക്കില്ല. ഞാൻ ചോദിക്കുവേ. ഞാൻ ചോദിക്കുവേ. ഞാൻ നാണം കേടാ. ഞാൻ ചോദിക്കില്ല. എന്റെ അണ്ണന് ആരും ചാരയും കൊടുത്തത്. എന്റെ അണ്ണന് ആര് മദ്യം എന്തുവാ? എന്റെ അണ്ണന് ആര് മദ്യം കൊടുത്തത്? സാറ് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പവിത്രം കഴിക്കുന്നത്, ആദ്യമായിട്ടും അല്ല ബഹളം വെക്കുന്നത്. നല്ലൊരു ദിവസമായിട്ട് നീ ചുമ്മാ ഇങ്ങനെ പ്രഷർ കൂടി ഇങ്ങോട്ട് വരല്ലേ രേണുകെ? തിരുവോണമായിട്ട് എന്റെ ചേട്ടന് നിങ്ങൾ മദ്യം കൊടുത്തു. അയ്യോ അത് സമാധാനപ്പെട്ട് നിങ്ങൾ ഇപ്പൊ വേണ്ട നല്ലൊരു ദിവസമായിട്ട് എടാ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നീ ഞാൻ കേട്ടാ നീ എന്ത് ഒരു ഓണക്കാലം ആണുങ്ങൾ അവസരമായിട്ട് അടിച്ചെന്നിരിക്കും. പവിത്ര രേണുവിനെ വിളിച്ചോണ്ട് പോ. എടാ ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് നീ അങ്ങ് കണ്ണടച്ചോ പോട്ടെ. തുടരരുത്. പിടിക്കും. തുടരരുത്. പിടിക്കും. എന്നെ തുടരരുത്. പിടിക്കും ഞാൻ. എന്നെ തുടരരുത്. പിടിക്കും ഞാൻ. എന്നെ തുടരരുത്. പിടിക്കുന്നു. സാധിക്ക് ചേച്ചി. സാധിക്ക് ചേച്ചി. ഇതിനെ പിടിച്ച് അങ്ങോട്ട് ഇരുത്ത്. സമ്മതിക്കുന്നില്ല. സാറേ ഇരുന്ന് കഴിക്കണം സാറേ, കരുത് കഴിക്കണം. എന്താ ബഹളമാണ് ഇത്? അതൊക്കെ എന്റെ ഒരു ഭാഗമാ സാറേ. അങ്ങോട്ട് ഇരുന്നാട്ടെ. എനിക്ക് വിശന്നിട്ട് പോയി 5 കൊല്ലം കഴിച്ചിട്ട്. ദൈവം തമ്പുരാൻ വന്നാലും ആഹാരത്തിന് മുമ്പിൽ എണീക്കരുത് കേട്ടോ. അവിടെ ഇരുന്നാട്ടെ. No, never. അവിടെ ഇരുന്നാട്ടെ. എന്നാലും വല്ലവനൊക്കെ തന്ന നിങ്ങൾ എന്തിനു മനുഷ്യ തിരുവോണം കുടിക്കാതിരിക്കണത്? ഞാനിനി കുടിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഞാൻ ചാവും നിങ്ങളുടെ അച്ഛനെ കാണാൻ വേണ്ടി പോകണ പോലെ. പക്ഷേ തിരുവോണത്തിൽ പോകേണ്ടതില്ല. പോണം. ഇത് നിങ്ങൾ കുടിച്ചോ? കുടിച്ചോ? അറിയാതെ രേണു, രേണു എന്താ? എനിക്ക് പേടി വരുന്നു രേണു. അങ്ങനെ കാണിക്കാതെ രേണു. ഇത് ഒരു ഓണ ദിവസമായിട്ട് പവിത്രൻ ഇച്ചിരി കുടിച്ചു പോയി. നമ്മൾ പെണ്ണുങ്ങൾ വേണം ഒന്ന് കണ്ണടയ്ക്കാൻ. തൽക്കാലം ഒന്ന് കണ്ണടച്ച് കളാ. എനിക്ക് ജീവിക്കാത്ത എന്താണ് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാത്ത? 5 കൊല്ലമായി ഓണസദ്യ കഴിച്ചിട്ട് അറിയാമോ സാറേ? ഇപ്പൊ ഇത് കഴിക്കണം. ഇങ്ങനെയാണെങ്കിൽ ശരിയാവൂല. ഇത് ശരി, ഇത് കഴിക്കാൻ പറ്റില്ല. കഴിക്കാൻ പറ്റില്ല. ഇത് ചേട്ടന്റെ ഭാഗത്തെ തെറ്റാ. എന്റെ ഭാഗത്ത് തെറ്റ്. ഇയാള് വന്നങ്ങ് പോട്ടെ. വന്നങ്ങ് പോട്ടെന്ന് വെക്കാം. എന്തിനാ പൗത്രന്റെ കള്ളു കൊടുത്തത്? സമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ ചേട്ടാ? പായസം കുടിക്കാൻ പറ്റില്ല. പായസമൊക്കെ ഉണ്ട്. എന്തോ Excuse me. അവരിനി വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് വരരുത്. അത്രയല്ലേ ഉള്ളൂ. അതിന് ഞാൻ ഒരു ഐഡിയ പറയാം. സാറേ, നമ്മൾ ഇവിടെ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. നമ്മളെങ്ങനെ വഴക്ക് ക്രിയേറ്റ് ചെയ്യും? അല്ല, നമ്മളിവിടെ വഴക്കാണ്, കള്ളവഴക്ക്, ചുമ്മാ വഴക്ക്. അവരിങ്ങോട്ട് വരുന്നില്ലേ? അതെ, അത് ആരുമായിട്ട് വഴക്ക് കൂടും. നീ എന്നോട് വഴക്കുണ്ടാക്കി. സാറിന്റെ സുപ്പീരിയർ ഞാൻ വഴക്കുണ്ടാക്കണം. എന്നെ കൊണ്ട് പറ്റില്ല സാറേ. തമാശക്ക് സാറേ പറയരുത്, പ്ലീസ് പറയരുത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്. നിങ്ങളോട് വഴക്കുണ്ടാക്കും. ഞങ്ങളോ? നിങ്ങളോട് ഉണ്ടാക്കാം. സാറേ, കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും ഞങ്ങൾ ഒരു കാര്യത്തിനും വഴക്ക് കൂടിയിട്ടില്ല സാർ. പറ്റും ഇല്ല സത്യം അല്ലേ മോളെ? എന്തെങ്കിലും വഴക്ക് കൂടിയിട്ട് ചെറിയ സൗന്ദര്യ പിണക്ക് നിങ്ങൾ ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇല്ലത് അതല്ലേ
എന്റെ സ്റ്റെനോയും ഇവനെയും കൂടെ സ്റ്റോർ റൂമിലിട്ട് പൊക്കി കാര്യം പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴേ വഴക്കുണ്ടാക്കിയിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പറയത്തില്ല. എന്റെ ജോലിക്കാരൻ അവനെ ഞാൻ എന്തോ പറഞ്ഞ സ്റ്റെനോയുടെ കാര്യം എന്തോ പറഞ്ഞ അതല്ല, അങ്ങനെയല്ല സോന. അതായത് നമ്മുടെ ഈ മെട്രോ പാലം ഉണ്ടല്ലോ, ഇത് തൂണ് താങ്ങി എടുത്തൊരു സോനയുണ്ട്, അത് പൊക്കിയെടുത്തു. അതിനാണ് സാറ് പറഞ്ഞത്. അതല്ല നിങ്ങൾ രണ്ടുപേരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എനിക്ക് നല്ല ബോധമുണ്ട് സദ്യ. നിങ്ങൾ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. നല്ല വൃത്തിക്ക് ഞാൻ കേട്ടതാ. ഇങ്ങേർ ഓഫീസിലെ ഏതോ ഒരു പെണ്ണുമായിട്ട് നിങ്ങൾ എന്റെ വായി നല്ല റോഡായിട്ട് എന്റെ വായിന്നത് വരത്തില്ലേ. നിങ്ങള് ഓഫീസിൽ നിന്ന് വരാതെ ലീവ് എടുക്കാതെ അവിടെ കിടന്ന് പടിഞ്ഞത് ഞാൻ അറിയണമായിരുന്നു നിങ്ങൾക്ക് എന്താ ബന്ധം. ഒന്നും പറയണ്ട. നല്ലൊരു ദിവസമായിട്ട് ഞാനിത് അറിയണമായിരുന്നു. നിങ്ങളെ ഞാൻ പൊന്നെ സാറിന് നല്ല മനസ്സുണ്ട്, സാറിന് നല്ല ഹൃദയമുണ്ട്, സാറിന് നല്ലൊരു പെങ്ങളുണ്ട്. അതുകൊണ്ട് സാർ ഈ സത്യം പറഞ്ഞത്. അച്ചോ, തിരുവോണമായിട്ട് ബഹളം കേൾക്കാതെ ചോറിനാൻ പറ്റൂലേ അമ്മക്കൊന്നും. ഇതെന്തൊരു ബഹളം ഇത്? നിന്നെ ഞാൻ നീത്തിക്കുട്ടിയെ പോലല്ലേ കാണുന്നത്. ഇത് കേട്ടാ ഞെട്ടും പവിത്രോ. അയ്യോ, ഇതെന്തോ പറ്റി പവിത്രോ. ദേഹത്ത് പറ്റുന്നത് കുറച്ച് കഴിയുമ്പോ ഉണങ്ങും, പക്ഷെ മനസ്സിന് പറ്റുന്നത് എന്താ പ്രശ്നം? എടാ, ഇങ്ങനെ വരുവായിരുന്നോ? നേരം ഇങ്ങനെ വീട്ടിൽ വരുവായിരുന്നോ? ഈ കോട്ട് സൂട്ടിടണമെന്ന് സാറ് പറയുവാണേ. ഇങ്ങേർക്ക് അവിടെ ഏതോ ഒരു പെണ്ണുമായിട്ട്. എന്റെ തൃക്കാക്കരയപ്പാ. എന്തൊരു വീടാ ഇത്? ഒരാളെ വിളിച്ചോണ്ട് വന്നിട്ട് എന്തോ കാണിച്ചിരിക്കുന്നത്? പെണ്ണ് പറഞ്ഞ പേരിൽ വെറുതെ ഉള്ള കാര്യമല്ല രേണു. നീ കാര്യം അറിയാൻ നീ സംസാരിക്കരുത്. പെണ്ണുങ്ങളാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആവശ്യമില്ലാതെ ഇച്ചിരി മുന്നേ നീ ഇങ്ങനെയാണോ സംസാരിച്ചത്? നീ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വന്നല്ലോ. അപ്പൊ കൂടുതൽ സംസാരിക്കരുത്. എന്റെ വിധം മാറും രേണു. നിന്നെ ഞാനൊരു വാടകക്കാരിയായിട്ടല്ല കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം ഭർത്താവിന്റെ അവിഹിത നീ സംസാരിക്കരുത് രേണു. സച്ചി ഓണം കൊളമാക്കല്ല സച്ചി. ഇങ്ങനെ ഞാൻ എങ്ങനെ നോക്കിയെന്നറിയാമോ? ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് സത്യം. കാണിച്ചെന്തായാലും മോശമായി പോയി. ചേച്ചി ഓണമെല്ലാം കൊളമായല്ലോ ചേച്ചി. എവിടെ കൊള്ളമായി? നീ കയറി തന്നിട്ട് ഞാൻ ചോറ് വിളമ്പി തരാം. അത് മതി. നമ്മളങ്ങനെ ഓരോരുത്തർ പോയി നമുക്ക് കഴിക്കാൻ പറ്റൂ. മക്കളെ എഴുതിയിടാ ചേച്ചി. ഓ, അപ്പോ ബംഗാളി ഖാക്ക് ദേശീയ ഉത്സവം ഓണം. ഇനി ഇതും കൂടിയേ ഉമ്മാർ ഇവിടെ നടത്താനുള്ളു.